കേരളമാണ് ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം എന്ന് രാജ്യത്ത് വിലയിരുത്തുന്നുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ നവംബർ 1 നമ്മുടെ നാട് ഒരു പുതിയ സ്ഥാനം നേടി. രാജ്യത്ത് അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനം എന്ന നേട്ടം നമ്മൾ നേടി. അതിന് ഇടയാക്കിയത് പെട്ടെന്നൊരു ദിവസത്തെ നടപടിയല്ല. 2021 തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിലേറിയ ആദ്യത്തെ ക്യാബിനറ്റ് ഇതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു. അതിദാരിദ്ര്യമുക്തമാക്കാനുള്ള നടപടികളിലേക്ക് കടക്കണമെന്ന് കണ്ടു. അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സ്വീകരിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ എണ്ണം കണക്കാക്കലാണ്. അതിനുവേണ്ടി വിശദമായ പഠനം നടത്തി. ആ പഠനത്തിന് 10,000-കണക്കിന് വളണ്ടിയർമാർ രംഗത്തിറങ്ങി. അതിൻ്റെ ഭാഗമായി 64,006 കുടുംബങ്ങളെ കണ്ടെത്തി. ആ 64,006 കുടുംബങ്ങളെ കണ്ടെത്തിയത് ഈ പഠനം മാത്രമല്ല, തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വിലയിരുത്തി അവിടെയുള്ള വാർഡുകളിൽ അതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ ചേർന്ന് അത് വിലയിരുത്തുന്ന അവസ്ഥയുണ്ടായി. ഗ്രാമസഭകൾ വിലയിരുത്തുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് അവരെ കണക്കാക്കിയത്. അവർക്കാണ് പിന്നെ അവരെ മുക്തമാക്കാനുള്ള, അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. അത് അവസാനം നവംബർ 1 മുൻപ് അവസാനത്തെ ഞങ്ങളുടെ മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ ആ മന്ത്രിസഭയുടെ മുന്നിൽ വന്നു ഒരു കുടുംബം ബാക്കിയുണ്ട്. ആ കുടുംബത്തിൻ്റെ അവസ്ഥ സാങ്കേതിക പ്രശ്നമാണ്. സാങ്കേതികമായത് പരിഹരിച്ചാൽ മാത്രമേ അവരെ അതിദാരിദ്ര്യമുക്തമാക്കാൻ പറ്റൂ. അത് മന്ത്രിസഭയ്ക്ക് മാത്രമേ തീരുമാനിക്കാൻ പറ്റൂ. മന്ത്രിസഭയെ തീരുമാനിച്ചു കൊടുത്തു. ഞങ്ങളെ കണ്ണിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ വെബ്സൈറ്റിൽ നേരത്തെ 1 ബാക്കിയുണ്ടായിരുന്നു. ആ 1 പോയി അവിടെ 0 എന്നായി. അതിദാരിദ്ര്യമുക്തം ആയി സംസ്ഥാനം. അന്ന് വൈകുന്നേരം ചേർന്ന ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. നവംബർ 1 ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുക. അസംബ്ലി മുഖേന അത് നാടിനെ, രാജ്യത്തെ, ലോകത്തെ അറിയിക്കുന്ന നില നമ്മൾ സ്വീകരിച്ചു. നമുക്ക് എവിടെയുമുള്ള മലയാളിക്ക് അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു നേട്ടമാണ് അതിലൂടെ നേടാൻ നമുക്ക് കഴിഞ്ഞത്. ഇത്തരത്തിലുള്ള ക്ഷേമ കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ നാം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഒരുപാട് പുതിയ നേട്ടങ്ങൾ നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് ഇൻ്റർനെറ്റ് ഒരു അവകാശമായി സ്ഥാപിച്ച് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. കെ-ഫോണിൻ്റെ സൗകര്യം, വലിയ തോതിലുള്ള ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് സൗകര്യമാണ് അതിലൂടെ നൽകുന്നത്. നമ്മുടെ നാട് ലോകത്തിനു മുന്നിൽ മാതൃകയാക്കി അവതരിപ്പിച്ച ഒന്നാണ് കൊച്ചി വാട്ടർ മെട്രോ. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾ അത് ഏറ്റെടുക്കാൻ തയ്യാറായി മുന്നോട്ട് വരികയാണ്. ലോകത്തിലെ പല രാജ്യങ്ങളും അവിടങ്ങൾ നടപ്പാക്കാൻ വേണ്ടി വന്ന് ചർച്ച ചെയ്യുകയാണ്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി രാജ്യത്ത് ആദ്യത്തെ നമ്മുടേതാണ്. ഡിജിറ്റൽ സയൻസ് പാർക്ക് നമ്മളാണ് ആദ്യം തുടങ്ങിയത്. നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നു എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഒരുപാട് നേട്ടങ്ങൾ പല രംഗങ്ങളിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ലൈഫിൻ്റെ ഭാഗമായി 4,68,436 വീടുകളാണ് ഇപ്പോൾ പൂർത്തിയായത്. ഇനി ബാക്കിയുള്ളത് അടുത്ത ഘട്ടത്തിൽ തന്നെ പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. 4,09,56 പട്ടയങ്ങൾ ഈ ഘട്ടത്തിൽ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പാവപ്പെട്ട ആളുകളിൽ വലിയ തോതിലുള്ള ഉണർവ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കെ-ഡിസ്കിൻ്റെ ആഭിമുഖ്യത്തിൽ പുതിയ തൊഴിലവസരങ്ങൾ നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇവിടെയുള്ള സംരംഭകർക്കും അക്കാര്യത്തിൽ നല്ല രീതിയിൽ സഹകരിക്കാനാകും. ആവശ്യമായ പരിശീലനത്തോടുകൂടി ആളുകളെ തൊഴിലിന് സജ്ജരാക്കുന്ന നടപടിയാണ് സ്വീകരിക്കുന്നത്. നോളേജ് മിഷൻ്റെ ഭാഗമായി നടത്തുന്ന പ്രവർത്തനങ്ങൾ, തൊഴിൽ ആര് എടുക്കണം എന്നുള്ളത് അത് സ്ഥാപനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്.
പക്ഷേ ആവശ്യമായ പരിശീലനം അവിടെ നൽകിക്കൊണ്ട് അവരെ സജ്ജരാക്കുന്ന പ്രവർത്തനം നടന്നു പോവുകയാണ്.